റീച്ചിന് വേണ്ടി എന്ത് തെണ്ടിത്തരവും കാണിച്ചാൽ അത് കണ്ടോണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് കാവ്യ മാധവൻ പറയുകയാണ്. അതായത് റിപ്പോർട്ടർ ചാനലിനെതിരെ ഏഷ്യനെതിരെയും കാവ്യ മാധവൻ രംഗത്തിറങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ അത് 100% നല്ല കാര്യമാണെന്നേ പറയൂ. കാരണം ദിലീപ് ഈ ഡിസംബർ 8 വീട്ടിൽ നിന്നിറങ്ങിയ സമയം മുതൽ ഈ ഡ്രോൺ പറത്തി കളിയായിരുന്നു റിപ്പോർട്ടറിന്റെ ഏഷ്യനെന്റെ ജോലി. അത് കഴിഞ്ഞ് വിധി കേട്ട് ദിലീപ് തിരിച്ച് വീട്ടിലെത്തി തന്റെ മകളെയും ഭാര്യയും ഒന്ന് ചേർത്ത് പിടിക്കാൻ, അത് അവരുടെ സ്വകാര്യ നിമിഷമാണ്, അതുപോലും അനുവദിക്കാതെ മുകളിൽ ഡ്രോൺ കറങ്ങുകയാണ്. അയാൾക്ക് ആ സന്തോഷം പോലും ഒന്ന് പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിൽ അയാളുടെ സ്വകാര്യതയിലേക്ക് അങ്ങ് ഇടിച്ച് കയറുകയാണ്. ആരാണ് ഇതിനൊക്കെ ഇവർക്ക് അനുവാദം നൽകിയത്? ഡ്രോൺ അനുവാദമില്ലാതെ പറത്തുക എന്ന് പറയുന്നത് കുറ്റകരമായ ശിക്ഷയാണ്. ഭാരതീയ ന്യായ ശാസന അനുസരിച്ച് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. കാവ്യ മാധവന് ഒരു നിമിഷം പോലും മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ പൗരൻ്റെ സ്വകാര്യതയിലേക്കുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ ഒരു വിധത്തിലും ഭരണഘടനയും ഈ ഭാരതീയ ന്യായ ശാസനയും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുവദിക്കുന്നില്ല. 100% ഉറപ്പാണ്. അപ്പോൾ തന്നെ കേസിന് പോകേണ്ട, അതിന് ശങ്കിച്ച് നിൽക്കേണ്ട കാര്യമല്ല. ഒരു നിമിഷം മതി കാര്യം. എന്താ ഈ കിടക്കപ്പുറതി ഇല്ലാതെ വരിക ഒരു സ്ത്രീക്ക് ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ? ഈ അതിജീവിതയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിജീവിതയാണ്. ഇപ്പം കാവ്യ മാധവനും കൂടി ഇപ്പൊ അതിജീവിതയുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്? എന്താ ചാനലുകാർക്ക് എന്താ ഡ്രോൺ വിട്ട് കളിക്കാനുള്ള സ്ഥലമാണോ അവരുടെ വീട്? പത്മസരോവരം ആലുവയിൽ അതിനുള്ള സ്ഥലമാണോ അത്? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടത് കോടതിയാണ്. ആ ശിക്ഷയിൽ തെളിവില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ പുറത്ത് വിട്ടിരിക്കുകയാണ്, പുറത്തേക്ക് സ്വതന്ത്രനായിട്ട്. അതെ, ഞങ്ങൾ സമ്മതിക്കൂല, സമ്മതിക്കില്ല. അതെ, അപ്പൊ അതാണ് പറഞ്ഞത്, മാധ്യമങ്ങളുടെ ഒരു കാർട്ടൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞത്. അല്ല, അതുകൊണ്ടല്ല ഇന്ന് ഹണി വർഗീസ് പറഞ്ഞു കോടതിയിൽ, ഇന്ന് ബഹുമാനപ്പെട്ട ജഡ്ജി പറഞ്ഞു, എന്നെ ഭൂതകാലം നിങ്ങൾ അന്വേഷിച്ചോളൂ, അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ കോടതി പറയുന്നതിന് എതിരായി, കോടതി പറയുന്ന വിധിയെ എതിരാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ വരുത്താൻ ശ്രമിച്ചാൽ കോടതിക്ക് അതിൽ കേസെടുക്കേണ്ടതായ വരും. 100% അതെടുക്കണം. അതല്ലാണ് ഞാൻ പറയുന്നത്. ഹണിയും വർഗീസ് കേസ് എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം നീതിന്യായ വ്യവസ്ഥയെ പോലും പുല്ലുവില കൽപ്പിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ കോടതി നേരിട്ട് കേസ് എടുക്കണം എന്നാണ് പറയുന്നത്. അതെ, നമ്മുടെ ഭരണഘടനയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ശ്രമം നടക്കുന്ന, അട്ടിമറി ശ്രമം നടക്കുന്നു. ജോർജ് സോറോസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും നിർവീര്യമാക്കാൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ ഒരു വിലക്കെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. ഇന്നലെ കണ്ടില്ലേ പാർലമെന്റിലെ ഓരോന്നോരോന്നായിട്ട് SIRന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു പാർലമെന്റിന് ചർച്ച ചെയ്യാൻ അവകാശമില്ലാത്ത ഒരു കാര്യമാണ്. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ബുദ്ധിഭ്രമമുള്ള ഒരാളിൻ്റെ ആവശ്യപ്രകാരം അത് ചർച്ച ചെയ്താലേ പാർലമെന്റ് എങ്കിലും ഒന്ന് മര്യാദയ്ക്ക് നടക്കട്ടെ എന്ന് കരുതി. അത് കഴിഞ്ഞപ്പോൾ അയാൾ അതിൻ്റെ വിശദീകരണം നൽകാനാണല്ലോ ഈ ചർച്ച വയ്ക്കുന്നത്. ആ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്നതിനിടെ അമിത്ഷായെ തടസ്സപ്പെടുത്തി മാങ്കൂട്ടത്തിലല്ല, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. അത്ര വിവരദോഷം കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസ്ഥാനങ്ങളെ എല്ലാം നിർവീര്യമാക്കാനോ വേണ്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള ചോദ്യങ്ങളാണെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിലേക്കുള്ള ചോദ്യങ്ങളാണ്. പ്രതിപക്ഷ നേതാവിന് അതിന് അവകാശമില്ല, ഭരണഘടന അത് നൽകുന്നില്ല. തൻ്റെ വകുപ്പിൽ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കോടതി അദ്ദേഹത്തെ SIR എടുക്കുന്നതിൽ നിന്ന് തടയാത്തത്. അതിന് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്നും പറഞ്ഞ് പാർലമെന്റിൽ കടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ വശത്തൂടെ നടക്കുന്ന നിർവീര്യമാക്കലിൻ്റെ മറ്റൊരു ഭാഗമാണ് മാധ്യമങ്ങൾ ചേർന്നിട്ട് നമ്മുടെ കോടതിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇവിടുന്ന് അടിവേരിൽ നിന്ന് തുടങ്ങുക. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എന്ന് പറയുന്നത് ഇങ്ങേയറ്റത്തെ കോടതിയായിരിക്കാം, പക്ഷേ ഒരു സസ്യത്തിന്റെ വേരെന്ന് പറയുന്നത് ഇങ്ങേയറ്റത്താണ് ഇരിക്കുന്നത്, മണ്ണിനടിയിലാണ് ഇരിക്കുന്നത്, മുകളറ്റത്തല്ല. മുകളറ്റത്തുള്ള സുപ്രീം കോടതി, ശരി, എപ്പെക്സ് കോർട്ട്. എപ്പെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ശിഖരത്തിന്റെ മുകളിലുള്ള ഭാഗമാണ് എപ്പെക്സ് എന്ന് പറയുന്നത്, അറിയാമല്ലോ. പക്ഷേ ഏറ്റവും താഴെയുള്ള ഈ കോടതി തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇരിക്കുന്ന ഒരു ജഡ്ജി ആരുടെ ആവശ്യപ്രകാരം അവിടെ വനിതാ ജഡ്ജിയെ നിയമിച്ചത്? ആരുടെ അതിജീവിതയുടെയും ഇവരുടെയും ആവശ്യപ്രകാരമാണല്ലോ, ഈ ആക്ടിവിസ്റ്റുകളുടെയും ആവശ്യപ്രകാരം. അത് കഴിഞ്ഞിട്ട് അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ ഗ്ലാമർ താരമല്ലായിരിക്കാം, സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു ടിൻസൽ വേൾഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാമർ താരമല്ല എന്നതുകൊണ്ട് എന്തുമാകാമെന്നാണോ അവരെ പറ്റി എന്ത് അപഖ്യാതിയും പറയാവുന്ന? ഒന്നാമതൊരു ജഡ്ജിയെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. അത് കോടതിയെ ലക്ഷ്യം തന്നെയാണ്. നിങ്ങൾക്ക് വിധിയെ ക്രിട്ടിസൈസ് ചെയ്യാം,
ഫെയർ ക്രിറ്റിസിസം എന്നാണ് അതിന് പറയുന്നത്. അത് ദുരുദ്ദേശപരമല്ലാത്ത ക്രിറ്റിസിസം ആവശ്യമാണ്. അത് നമുക്ക് ആവശ്യമാണ്. സാർ, ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പ്രോസിക്യൂഷനോട് കോടതി കുറ്റകൃത്യം ചെയ്തത് 1-ം പ്രതി മാത്രം, 2ഉം 3ഉം പ്രതികൾ പിന്നെ ഇയാളെ സഹായിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് 376D എന്നത് കൂട്ടബലാത്സംഗം പ്രോസിക്യൂഷൻ മുഴുവൻ സംസാരിക്കാൻ അനുവദിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയോട് പറയുന്നത്. ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ശിക്ഷ ഒരുപോലെ നൽകാൻ കഴിയില്ല. 1-ം പ്രതിക്ക് നൽകുന്ന ശിക്ഷ മറ്റു പ്രതികൾക്ക് നൽകാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ശിക്ഷയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം. പൾസർ സുനിക്ക് മാത്രമേ പ്രധാനപ്പെട്ട ശിക്ഷ കിട്ടൂ എന്നുള്ളതാണ് തോന്നുന്നത്. ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകും. ജീവപര്യന്തമാണ് മിക്കവാറും ഉണ്ടാവാൻ സാധ്യത. 1-ം പ്രതിക്ക് മാത്രമായി ശിക്ഷ നൽകാനാകില്ല. എല്ലാ പ്രതികൾക്കും കൂട്ടുത്തരവാദിത്വമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ്. പരമാവധി ശിക്ഷ അനിവാര്യമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അല്ല, നമ്മളും അതിന് അംഗീകരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ കുറ്റക്കാർ തന്നെയാണ്. അല്ല, കുറ്റമില്ലാത്ത ദിലീപിനെ കൂടെ അതാണ് പ്രശ്നം. പ്രോസിക്യൂഷൻ വാദിക്കാതിരുന്നാൽ കുറ്റത്തിന് തെളിവ്, നിങ്ങൾ തെളിവ് ഹാജരാക്കൂ, അതിന് മാന്യമായ തെളിവ് ഹാജരാക്കൂ. അല്ല, നിങ്ങൾ ശിക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശിക്ഷിക്കാനിരിക്കുന്ന അല്ല കോടതി. അത് മാത്രമാണ് ബലാത്സംഗം ചെയ്തത് സുനി മാത്രമാണെന്ന് കോടതിയോട് പ്രോസിക്യൂഷൻ അങ്ങനെ പറയാൻ കഴിയുമോ? മുഴുവൻ സംസാരിക്കാൻ അനുവദിക്കുമോ എന്നൊക്കെ അതൊക്കെ കോടതി പറയാല്ലേ? പറയാം. ആ വക്കീലന്മാർക്ക് അതിനുള്ള കോടതിക്ക് അതിനുള്ള അവകാശം ഉണ്ട്. പക്ഷെ തീരുമാനം എടുക്കുന്നത് അത് നിങ്ങൾ സംസാരിക്കരുതെന്ന് പറയാനുള്ള അവകാശം കോടതിക്കുണ്ട്, നിർത്തൂ എന്ന് പറയാനുള്ള അവകാശം കോടതിക്കുണ്ട്. കോടതി എന്ന് പറഞ്ഞാൽ ജഡ്ജിക്കുണ്ട്. അതുകൊണ്ട് ഹണിയം പിന്നെ വർഗീസ് എന്ന് പറയുന്നതും നീതിപീഠത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ ഇങ്ങനെയിട്ട് അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതും ഒരു തെറ്റ് തന്നെയാണ്. അപകീർത്തിപ്പെടുത്തുക അവരിപ്പോൾ പറഞ്ഞു വളരെ വിശാല മനസ്കതയോടുകൂടി എൻ്റെ പൂർവാംശം, എൻ്റെ പൂർവ്വകാല ജീവിതമൊക്കെ നിങ്ങൾ അത് അവരുടെ വിശാല മനസ്കത. അതുപോലും അതിന് അധികാരമില്ല. ഒരു സ്ത്രീയുടെ പൂർവ്വകാല ചരിത്രമൊക്കെ അന്വേഷിക്കാൻ അവർക്ക് അധികാരം. അവരുടെ സ്വകാര്യതയാണ്. അവരിങ്ങനെ ഒരു വിധി കോൺഗ്രസ്സുകാരനായ ദിലീപിനോട് അവർക്ക് ഇങ്ങനെ ഒരു വിധി, അതൊക്കെ അത് ജഡ്ജി ജഡ്ജിയുടെ അച്ഛൻ CPM ആണ്, ജഡ്ജി CPM ആവണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. നമ്മുടെ രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുന്നത് പോലെ തെറ്റായ നടപടിയാണത്. തീർച്ചയായിട്ടും അപകടകരമാണ്. ഞാൻ പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ ഒരു വ്യവസ്ഥിതിയാണ്. മറ്റേതൊരു രാഷ്ട്രത്തിനേക്കാളും ഭേദപ്പെട്ടതാണ്. അങ്ങനെ ഒരു സംവിധാനത്തെ ദുർബലപ്പെടുത്തുക, നിർവീര്യമാക്കുക, ഇതാണ് ഇവന്മാരുടെ ലക്ഷ്യം. അതിനാണ് കാവ്യ മാധവന്റെ വീട്ടിലേക്ക് ഡ്രോൺ ഇട്ട് പറത്തി രഹസ്യങ്ങൾ ചോർത്താൻ പോകുന്നത്. പാപ്പരാസി ജേർണലിസത്തിന്റെ ഏറ്റവും വലിയ പാപ്പരത്തങ്ങളിൽ ഒന്നിലേക്കാണ് കേരളത്തിലെ മലയാളത്തിലെ പത്രപ്രവർത്തനം അതപ്പതിച്ചിരിക്കുന്നത്. സാറ് ഈ ദൂരദർശനിലൊക്കെ വർക്ക് ചെയ്ത് മറ്റു പല നാഷണൽ ചാനലിലൊക്കെ വർക്ക് ചെയ്ത ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു ചാനലിന്റെ പേര് പറയുന്നില്ല, കാരണം അവർ വേണമെങ്കിൽ നമുക്കെതിരെ മാനനഷ്ട കേസ് നമ്മൾ പറയുന്നില്ല. ഈ ചാനല് രംഗപ്രവേശനം ചെയ്തതിന് ശേഷമല്ലേ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്രയും നാണം കെട്ട, ഇത്രയും വൃത്തികെട്ട ഒരു സംഭവമാണെന്ന് ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ അങ്ങ് അടിവരയിട്ടത് അങ്ങനെയല്ലേ? അതാണ് അതിൻ്റെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു വശമെന്നും നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ട ഒരു കാര്യം. ഇതിൻ്റെ ഏറ്റവും വലിയ ആ പരമാത്മാവായിരിക്കുന്ന ആള്, പേര് പറയുന്നത് ചാനൽ ഐഡന്റിഫൈ, പരമാത്മാവായിരിക്കുന്ന ആള് ആദ്യമായിട്ട് ദൂരദർശനിലാണ് പ്രവർത്തനം കാഴ്ചവെച്ചത്. ആ പ്രവർത്തനം കാഴ്ചവെച്ചപ്പോൾ ഞാനാണ് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം ഡിബു നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് എൻ്റെ എഡിറ്റോറിയൽ കൺട്രോളിലായിരുന്നു അയാൾ. അമാന്യമായിട്ടൊരു വാക്ക് പോലും ഇതുപോലുള്ള വൃത്തികെട്ട ഈ പപ്പരാസി ജേർണലിസത്തിൻ്റെ പഠിക്കൽ പോലും എത്തി നോക്കാൻ ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല. പപ്പരാസി ജേർണലിസത്തിൻ്റെ ഞങ്ങളുടെ എഡിറ്റോറിയൽ കൺട്രോൾ അതെങ്ങനെയാണ്? ലൈവായിട്ടുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾ ചോദിക്കുക അതെങ്ങനെ എഡിറ്റോറിയൽ കൺട്രോൾ എന്ന്. എൻ്റെ ഇയർഫോണിൽ എൻ്റെ നിർദ്ദേശങ്ങൾ മൈക്കിൽ കൂടി, ലേപ്പലിന് തുല്യമായ മൈക്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഇയർഫോൺ ചെവിയിൽ കിട്ടും. ആ സന്ദേശത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതാണ് എഡിറ്റോറിയൽ കൺട്രോൾ. ലൈവ് ആയിട്ടുള്ളതിനും എഡിറ്റോറിയൽ കൺട്രോൾ സാധ്യമാണ്, എഡിറ്റിംഗ് സാധ്യമാണ്. അത് ചെയ്തിട്ടുണ്ട് ഞങ്ങള്. അങ്ങനെയാണ് നിലവാരമുള്ള ഒരു പരിപാടിയായിട്ടും അങ്ങനെയാണ് ഈ പറയുന്ന ആള് പേരെടുത്തത്. ആ പേരിന്റെ പേരിലാണ് പിന്നെ മറ്റെല്ലാ ചാനലിലും പൈസ കിട്ടിയാൽ ആളുകൾ എത്ര തരം താഴും എന്നതിന്റെ ഉദാഹരണമാണ്. ഒരു കാലത്ത് നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പത്രപ്രവർത്തനം, ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഓരോരുത്തർ ഇപ്പൊ പണം കിട്ടുമ്പോൾ എന്ത് നാരത്തരവും കാണിക്കും എന്ന് നമുക്ക് മനസ്സിലായത് ഇവിടെയാണ്. എന്തായാലും കാവ്യമാധവൻ അവരുടെ സ്വകാര്യതയിൽ കൈകടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാവ്യമാധവൻ കേസുമായി യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നു. പ്രോസിക്യൂഷൻ കോടതിയിൽ ദിലീപിനുള്ള ഒരു
ഒളിയമ്പാണത്. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിക്കുന്നു, സ്ത്രീ ഉപഭോഗ വസ്തുവല്ല. യഥാർത്ഥ കുറ്റവാളി ചോദിക്കുന്ന ചാനലിന്റെ സ്റ്റുഡിയോകളിലാണ്. എന്തായാലും ഇത് വിധി വരട്ടെ സാർ, അപ്പൊ നമുക്ക് ബാക്കി സംസാരിക്കാം. അതെ അതെ, വിധി വന്നോട്ടെ. അതെ, അവർക്ക് തൂക്കുകയർ കൊടുക്കുന്നതിൽ നമുക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ തെളിവുണ്ടായിട്ടാ അത്. തെളിവില്ലാത്ത ആളിനെ ശിക്ഷിക്കണമെന്ന് ചാനലുകൾ ആഗ്രഹിച്ചാൽ കോടതി അത് അംഗീകരിച്ചു തരുമെന്ന് ഒരു പിന്നെ എന്താ പറയുക, ബുദ്ധിയില്ലാത്ത ബുദ്ധിജീവികളും വിചാരിക്കണ്ട. അതുകൊണ്ട് ജഡ്ജിയെ തൂക്കിലേറ്റി കളയാവുന്നു ആരും വിചാരിക്കണ്ട. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.